കേരള സ്റ്റേറ്റ് റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി താലൂക്ക് സമ്മേളനം സമാപിച്ചു. പ്രതിനിധി സമ്മേളനം, തെരഞ്ഞെടുപ്പ് എന്നിവയോടെയാണ് സമ്മേളനം സമാപിച്ചത്. കേരള സ്റ്റേറ്റ് റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി താലൂക്ക് സമ്മേളനം സമാപിച്ചു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കളരിക്കൽ എസ് ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. അവകാശം ചോദിക്കുന്നതിന് വേണ്ടി ഒരു ദാക്ഷിണ്യവും ദയാദാക്ഷിണ്യവും പാടില്ല. ആളുടെ മുഖത്ത് നോക്കി തന്നെ വളരെ കാര്യമായി പറഞ്ഞെങ്കിൽ മാത്രമേ. ഇപ്പൊ വിക്രമൻ എന്നോട് ഇപ്പൊ ഇന്ന് സ്വകാര്യ സംരക്ഷണത്തെ അപ്പുറത്ത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാര്യ ലതാദേവി അവിടെ ഒരു കമ്മിറ്റിക്ക് വന്നപ്പം അവരുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞ് ഭക്ഷ്യവകുപ്പ് വന്ന് ഭക്ഷ്യവകുപ്പിനെ പറ്റി വളരെ മോശം അഭിപ്രായമാണ് കേരളത്തിലെ പൊതുജനങ്ങൾക്കുള്ളത്. അത് അയാൾ CPIയുടെ മണ്ഡല കമ്മിറ്റി മെമ്പറാണ്. അങ്ങനെ പറഞ്ഞു, അല്ലോ സഖാവെന്തോ പറയുന്നത്, സഖാവെന്തോ പറയുന്നതെന്നൊക്കെ ചോദിച്ചു. സഖാവെന്തോ പറയുന്നത് സത്യം അതല്ലേ? ഈ അനുഭവം അവർക്കുണ്ടായില്ലേ? നിജു ആയിരിക്കുന്ന ഒരുപാട് കോടികളൊന്നും പഞ്ചായത്തിലേക്കൊക്കെ പ്രവർത്തിച്ചില്ലയോ? കേരളം കണ്ട കാഴ്ച കണ്ടില്ലേ? ഈ ഗവൺമെന്റിനെതിരായി നമ്മൾ ആഞ്ഞടിക്കണം. കേരളത്തിലെ റേഷൻ വ്യാപാരികള് അവരെ ഇത്രയും ദ്രോഹിച്ച ഒരു ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് ഇന്നേത് വരെ ഉണ്ടായിട്ടില്ല. എനിക്കെല്ലാം 50 വർഷത്തെ ചരിത്രമുണ്ട് ഈ റേഷൻ വ്യാപാരത്തിന്. താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് ആർ സുകുമാരൻ നായർ അധ്യക്ഷത വഹിച്ചു. എസ് ശൈല കാർഡോസ് സ്വാഗതം പറഞ്ഞു. താലൂക്ക് ജനറൽ സെക്രട്ടറി കെ സനൽകുമാർ റിപ്പോർട്ടും താലൂക്ക് ട്രഷറർ MK മജീദ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. PK വിക്രമൻ, M ജമാൽ കോട്ടപ്പുറം, TK അബ്ദുൽ നിസാർ എന്നിവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് S സദാശിവൻ നായർ റിട്ടേണിംഗ് ഓഫീസറായിരുന്നു. AK ആനന്ദകുമാർ നന്ദി രേഖപ്പെടുത്തി. പുതുതായി 30 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. സനിൽകുമാറിനെ സെക്രട്ടറിയായും V ശശിധരനെ പ്രസിഡന്റായും മജീദിനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. വാർഷികത്തോടനുബന്ധിച്ച് ഡയറക്ടറി പ്രകാശനവും നടന്നു. ശ്രവണഭാഷിണി 2025 എന്ന പേരിലാണ് ഡയറക്ടറി പ്രകാശനം ചെയ്തത്. ബോധവൽക്കരണ ക്ലാസും നടത്തി. ജില്ലാ സപ്ലൈ ഓഫീസർ GS ഗോപകുമാർ ഡയറക്ടറിയുടെ പ്രകാശനവും ക്ലാസും നയിച്ചു. FCI പോലുള്ള സ്ഥാപനങ്ങൾ വിതരണത്തിൽ നിന്ന് സംഭരണത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ സ്വാഭാവികമായി വിതരണ മേഖലയിൽ കുറയും. അതിന്റെ ഒരു തെളിവ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങളുടെ കടയിൽ സുഭിക്ഷമായിട്ട് എന്തില്ല? പച്ചരിയില്ല. പച്ചരി ഇല്ലാത്തത് എന്തുകൊണ്ടെന്നാൽ CMRന്റെ വിഹിതം കൂടി വരുന്നു. ആഭ്യന്തരമായിട്ടുള്ള സാധനങ്ങൾ കൂടി വരുന്നു. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള FCIയിൽ നിന്ന് കിട്ടുന്ന അരിയുടെ വിഹിതം കുറഞ്ഞു വരും. നേരത്തെ നമുക്ക് 100 ലോഡ് FCI അരി കിട്ടിയിരുന്നെങ്കിൽ 50 ലോഡ് കുഴുക്കലരി, 50 ലോഡ് പച്ചരിയും കിട്ടിയിരുന്നു. പക്ഷേ ആ 100 ലോഡിന്റെ സ്ഥാനത്ത് ഇപ്പോൾ നമുക്ക് FCIയിൽ നിന്ന് കിട്ടുന്നത് 50 ലോഡ് മാത്രം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.